ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഭവമാണ്. വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. സാധനങ്ങളൊക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. അപ്പൊ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഈ സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് നെയ്യ് ആയാലും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ആ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ പെരിഞ്ജീരകം എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഞാൻ എടുത്തേക്കുന്ന കുറച്ച് ബീൻസ് ആണ്. ബീൻസ് ചെറുതായിട്ട് കനം കുറച്ചാണ്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്തേക്കുന്ന പച്ചക്കറിയിൽ ഏറ്റവും കൂടുതൽ വേവുള്ളത് ബീൻസിനാണ്. അതുകൊണ്ടാണ് ബീൻസ് ആദ്യം ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പൊ അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിന്റെ കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ബീൻസ് ഒക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഒരുപാടങ്ങ് വേവിച്ച് ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു പരുവത്തിനൊന്ന് വഴണ്ടു വന്നാൽ മാത്രം മതി. അപ്പൊ നമ്മുടെ ബീൻസ് ഒക്കെ ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഗ്രീൻ പീസ് ആണ്. ഇത് പച്ച ഗ്രീൻ പീസ് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തോളും. നിങ്ങളുടെ കയ്യിൽ ഉണങ്ങിയ ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം ഒന്ന് വേവിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ആ ഗ്രീൻ പീസും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റോളം ഞാനൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഗ്രീൻ പീസ്. അപ്പൊ ഗ്രീൻ പീസും അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് സവാളയാണ്. ഒരു ചെറിയ സവാള നീളത്തിൽ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇനി അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പച്ചക്കറികളെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് ചേർത്ത് കൊടുത്താലേ ഒരുപാട് വേവുള്ളത് വേവാതെയും കിടക്കും, അതുപോലെ പെട്ടെന്ന് വേവുന്ന അങ്ങ് വെന്ത് കുഴഞ്ഞും പോകും. അതുകൊണ്ടാണ് ഞാൻ ഓരോരോ പച്ചക്കറികളായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതാണ്ട് നമ്മുടെ സവാളയെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വഴണ്ടി വരേണ്ട ആവശ്യമില്ല. അതാണ്ട് ഈ ഒരു പരുവം മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാരറ്റ് ആണ്. ഞാൻ 1 ക്യാരറ്റ് ഇതേപോലെ നല്ല നീളത്തില് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റിന് വളരെ വേവ് കുറവാണ്, അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ആ ക്യാരറ്റും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ക്യാപ്സിക്കം ആണ്. ക്യാപ്സിക്കം അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടടിച്ചാൽ മാത്രം മതി. വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് അതും ലാസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമുക്കിതൊന്നും ക്യാപ്സിക്കം ഒന്നും വേവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂട് തട്ടിയാൽ മാത്രം മതി. അപ്പം അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ പച്ചക്കറികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് ചേർത്ത് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ. പൊടി വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം കുരുമുളക് പൊടിയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ പച്ചക്കറികൾ ആ ക്യാപ്സിക്കം ഒന്നും ഒരുപാടൊന്നും വെന്തിട്ടില്ല. ആ ഒരു പച്ചപ്പ് അവിടെ നിൽപ്പുണ്ട്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ പച്ചക്കറികൾ വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചോറാണ്. ഇത് ഞാൻ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ബസുമതി റൈസ് ആണ്. കുറച്ച് ഉപ്പ് ചേർത്ത് അതുപോലെ തന്നെ കുക്ക് ചെയ്തപ്പോൾ അതിന്റെ കൂടെ കുറച്ച് ഗ്രാമ്പൂവും ഏലക്കയും പട്ടയൊക്കെ ഇട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചോറ് കുക്ക് ചെയ്യുമ്പോഴേ ഒരുപാട് വെന്ത് പോകരുത്. ഒരു പരുവം വേവ് മാത്രമേ ആകാവൂ. തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാവരുത്. പകുതി വേവ് മാത്രമേ, പകുതിയോ അല്ലെങ്കിൽ 1/4 ഭാഗം വേവ് മാത്രമേ ആകാവൂ. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. അപ്പൊ ആ ചോറും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ചോറൊക്കെ വിട്ട് വിട്ട് നിൽക്കുന്ന കണ്ടില്ലേ. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാൻ ചോറ്. അതുപോലെ തന്നെ ചോറ് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം.
അപ്പൊ അതാണ്ട് ഞാൻ ആ ചോറ് കൂടി ചേർത്തിട്ട് നമ്മുടെ പച്ചക്കറികളുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ അതിനകത്ത് ആ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു മണമാണ് നമ്മൾ ഈ ചോറിയും ഈ പച്ചക്കറികളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ. ഇനിയിപ്പോ ബസുമതി റൈസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വെക്കുന്ന ചോറ് തന്നെ മതി. പക്ഷെ ചോറ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അതാണ്ട് ഇതെല്ലാം കൂടെ ഞാനൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി വെച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അമർത്തി വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ ആ സ്പൂൺ ഒന്ന് മാറ്റിയിട്ടുണ്ട്, വേറൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളിതിങ്ങനെ അമർത്തി വെച്ച ശേഷം ഇതിലേക്ക് ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. 4 മുട്ട ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് വളരെ ഹെൽത്തിയാണിത്. അപ്പൊ അതാണ്ട് ഞാൻ 4 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ അതാണ്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ചോറും പച്ചക്കറിയും മുട്ടയും എല്ലാമായിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ഇത് അടച്ചു വെച്ചപ്പോൾ തന്നെ കുറെ ആ മുട്ടയുടെ ആ വെള്ള ഭാഗം താഴോട്ട് ഇറങ്ങിയിട്ട് കുറെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്താൽ മതി. മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വറ്റി വരും. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും മുട്ട നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അപ്പൊ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിനെ നമുക്ക് എഗ് റൈസ് എന്നോ മുട്ടച്ചോറെന്നോ എഗ് ബിരിയാണി എന്നൊക്കെ വിളിക്കാവുന്നതാണ്. എന്തായാലും ഇതിന് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കാതെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഇപ്പൊ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ മല്ലിയില ചേർത്ത സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ എഗ് റൈസ് അല്ലെങ്കിൽ എഗ് ബിരിയാണി അല്ലെങ്കിൽ മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ്. അപ്പൊ ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പൊ ഇത് ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് അഭിപ്രായം അറിയിക്കണേ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും തീർച്ചയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് കാണാം. അതുവരേക്കും ബൈ ബൈ.